കൂട്ടുകാർ, നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ റെഡിയായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിനു മുന്നേ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ പ്രകൃതിയാണ് കേട്ടോ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പാട്ട് പ്രകൃതി. എന്റെ പ്രകൃതി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയാറുണ്ട്. എന്റെ കുട്ടി അടക്കില്ലാത്തതിൽ അടുക്കളയിൽ ഒതുങ്ങുന്നു. അപ്പോഴൊന്നും എനിക്കതിൽ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല. എന്നാൽ ഒരു ദിവസം ശ്രീരാമകൃഷ്ണൻ കുമാരനെല്ലുവിന്റെ ഈച്ചയും പൂച്ചയും എന്ന കഥ വായിച്ചപ്പോഴാണ് എനിക്കതിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരട്ടെ. ഇതൊരു വാലാട്ടിക്കിളിയുടെ കഥയാണ്. വാലാട്ടിക്കിളി എല്ലാവരും കണ്ടിട്ടില്ലേ? വാലാട്ടിക്കിളിയുടെ നിറം എന്താണ്? കറുപ്പും വെളുപ്പും. വാലാട്ടിക്കിളിക്ക് ആ പേര് വരാൻ എന്തായിരിക്കും കാരണം? വാലാട്ടിക്കിളിയുടെ വാലിങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ കഥയിലെ വാലാട്ടിക്കിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ വാലാടുന്നപ്പം അതിന്റെ വാലിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതൊരു ഭയങ്കര വായാടിയാണ്. വാലാട്ടിക്കിളി എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാലാടുന്നത് കണ്ടാണ് ഈ ലോകം ഇങ്ങനെ. എന്റെ വാലാടുന്നത് കണ്ടാണ് ഈ ലോകം ഇങ്ങനെ. അതിന്റെ വിചാരം എന്താണെന്നറിയോ? അതിന്റെ വാലാടുന്നത് കണ്ടാണ് ഈ ലോകത്ത് ഓരോ കുഴപ്പവും വരാത്തത്. അത് കേട്ട് എല്ലാവരും കളിയാക്കി ചിരിച്ചു. എന്തു ചെയ്യാനാ? മറ്റുള്ളവരുടെ വാലിൽ നമ്മൾ കടക്കാൻ പറ്റില്ലല്ലോ. വാലാട്ടിക്കിളി ഒരു ദിവസം എന്തോ കൊത്തി പേറ്റി തിന്നുമ്പോൾ എന്തോ മണ്ണിൽ നിന്ന് തിളങ്ങുന്നു. വാലാട്ടിക്കിളി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് പൊൻതരിയായിരുന്നു. ഇത് പൊൻതരിയാണല്ലോ. പൊൻതരി കണ്ട വാലാട്ടിക്കിളി സന്തോഷങ്ങൾ തുള്ളിച്ചാടി. എന്നിട്ട് പറന്നു പോയി. എങ്ങോട്ടേക്കാ പറന്നു പോയതെന്നറിയോ? രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. രാജാവിന്റെ കൊട്ടാരത്തിലത്തെ വാലാട്ടിക്കിളി തുടങ്ങി ലക്ഷ്യക്കാർ. എന്നോളം പൊന്നുണ്ടോ ഈ കൊട്ടാരത്തില്? എന്നോളം പൊന്നുണ്ടോ ഈ കൊട്ടാരത്തിൽ? മട്ടുപ്പാവിൽ നൂറ്റെണ്ണുന്ന രാജാവ് അത് കേട്ടു. ആരവിടെ? ആരാണവിടെ? അടിയൻ. അതൊരു പാവം വാലാട്ടിക്കിളിയാണ്. അത് വിശന്നിട്ടാകും. അതിന് തളികയിൽ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുപോയി കൊടുക്കും. കൃത്യന്മാർ ഒരു പൊന്നു തളികയിൽ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുപോയി കൊടുത്തു. പഴങ്ങളും ധാന്യങ്ങളും കണ്ട വാലാട്ടി വേഗത്തിൽ തിന്നാൻ തുടങ്ങി. തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങി ലക്ഷ്യക്കാർ. എന്നോളം പൊന്നുണ്ടോ ഈ കൊട്ടാരത്തില്? എന്നോളം പൊന്നുണ്ടോ ഈ കൊട്ടാരത്തിൽ? ഇത് കേട്ട രാജാവ് ദേഷ്യം വന്നു. ആരുടെ? ആ വാലാട്ടിയുടെ കൊക്കിൽ നിന്ന് പൊൻതരി വാങ്ങി വലിച്ചെറിയും. കൃത്യന്മാർ പാത്തും പതുങ്ങിയുമ്പോൾ വാലാട്ടിയുടെ കൊക്കിൽ നിന്നും പൊൻതരി വാങ്ങി വലിച്ചെറിയും. പൊൻതരി പോയ വാലാട്ടിക്കിളി അടങ്ങിക്കോ തുടങ്ങിയ നെഞ്ചത്തടിയുന്നല്ലോ. കൊട്ടാരത്തിൽ പൊന്നിലായിട്ട് എന്റെ പൊന്നി കട്ടുകൊണ്ട് പോയേ. കൊട്ടാരത്തിൽ പൊന്നിലായിട്ട് എന്റെ പൊന്നി കട്ടുകൊണ്ട് പോയേ. രാജാവ് കോപങ്ങൾ വിളിച്ചു. ആരുടെ? ആ വാലാട്ടിയെ പിടിച്ച് വെട്ടി നിർത്തി അടുപ്പിട്ടു. വൃദ്ധന്മാർ പാത്തും പതുങ്ങിയുമ്പോൾ വാലാട്ടിയെ പിടിച്ച് വെട്ടി നിർത്തി അടുപ്പിട്ടു. ഇതിൽ നടന്ന് അടക്കില്ലാത്തതിൽ അത്രയും ശരുണ്ടായിരുന്നു. കൂട്ടുകാരെ, എല്ലാവർക്കും അടക്കവും ഒട്ടും വേണം കേട്ടോ. നന്ദി.